ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടികൾക്കും കിട്ടിയ വോട്ട് നില സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ്. ആ കണക്കുകൾ പ്രകാരം പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ BJP വലിയ വളർച്ചയുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച അവകാശവാദം ഉന്നയിച്ച BJPക്ക് വലിയ നഷ്ടവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വോട്ട് വിഹിതം ഓരോ പാർട്ടികളുടെയും നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് 29.17% സംസ്ഥാന വ്യാപകമായിട്ട്, സംസ്ഥാനത്തിലെ മൊത്തത്തിലുള്ള കണക്കാണിത്. 29.17% വോട്ട് കോൺഗ്രസ് സ്വന്തമാക്കി. അങ്ങനെയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായും CPM ആണ്. CPMന് 27.16% വോട്ടാണ് ലഭിച്ചത്. അതായത് കോൺഗ്രസിന് CPMനേക്കാൾ ഏതാണ്ട് 2%-ലധികം വോട്ടുകളുടെ ഒരു വർധനവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത് വോട്ട് ശതമാനത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി അത് BJP ആണ്. 14.76% വോട്ടുകളാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവർക്ക് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 17% വോട്ട് ലഭിച്ച ഒരു പാർട്ടിയാണ് BJP. ഇത്തവണ അത് 25% എത്തുമെന്നൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഏതാണ്ട് 2.5% വോട്ടുകളുടെ ഒരു വലിയ കുറവാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് UDFിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് CPIയെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് നാലാമത്തെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിന് 9.77% വോട്ടുകളാണ് ലഭിച്ചത്. CPI 5ാം സ്ഥാനത്താണ്. CPIക്ക് വെറും 5.58% വോട്ടുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇനി മുന്നണികളുടെ അടിസ്ഥാനത്തിൽ വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ അത് UDF തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. UDFന് 38.81% വോട്ടുകൾ ലഭിച്ചു. രണ്ടാം സ്ഥാനത്ത് LDF 33.45% വോട്ടുകളാണ് LDF ലഭിച്ചത്. അതായത് രണ്ട് പ്രബല മുന്നണികൾ LDFും UDFും, ആ മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏതാണ്ട് 5%-ലധികമാണ്. 5.36% വോട്ടുകൾ LDFനേക്കാൾ UDFനെ അധികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 11 ലക്ഷത്തിലധികം വോട്ടുകളാണ് UDFന് LDFനേക്കാൾ അധികമായിട്ട് ലഭിച്ചത്. മൂന്നാം സ്ഥാനത്ത് NDA ആണ്. 3 മുന്നണികൾ മാത്രമേ കേരളത്തിലുള്ളൂ. മൂന്നാം സ്ഥാനത്തുള്ള NDAക്ക് 14.71% വോട്ടുകളാണ് ലഭിച്ചത്. അവർക്ക് വലിയൊരു തിരിച്ചടിയാണ്. മുന്നണി എന്നുള്ള നിലയിലും പാർട്ടി എന്നുള്ള നിലയിലും വലിയ തിരിച്ചടിയാണ് BJPക്കും NDAക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്ന ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെയും കോൺഗ്രസിനാണ് മേധാവിത്വമുള്ളത്. കോൺഗ്രസിന് സംസ്ഥാന വ്യാപകമായിട്ട് 7817 വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ 5 തലങ്ങളിലും കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നീ 5 തലങ്ങളിലുമായിട്ട് കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണമാണ് 7817. രണ്ടാം സ്ഥാനത്ത് CPM ആണ്. 7455 വോട്ടുകൾ, 7455 സീറ്റുകൾ CPMന് ലഭിച്ചു. മൂന്നാം സ്ഥാനത്ത് സീറ്റുകളുടെ എണ്ണത്തിൽ മുസ്ലിം ലീഗാണുള്ളത്. 2844 മുസ്ലിം ലീഗിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം. നാലാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെട്ടു. 1914 സീറ്റുകളിൽ മാത്രമേ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 2000-ലേക്ക് എത്താൻ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടില്ല. CPI 5ാം സ്ഥാനത്താണ്. അവർക്ക് 1018 സീറ്റുകളിൽ മാത്രമാണ് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കോൺഗ്രസിന്റെയും UDFന്റെയും ഒരു അപ്രമാദിത്വം നമുക്ക് ഈ കണക്കുകളിൽ കാണാം. സീറ്റ് നില മുന്നണി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ UDFന് 11,103 സീറ്റുകളാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം സീറ്റുകൾ നേടാൻ ഇത്തവണ UDFന് കഴിഞ്ഞിട്ടുണ്ട്. UDFിലെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP, ഒപ്പം തന്നെ RMP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് എല്ലാം കൂടി ലഭിച്ച സീറ്റുകളുടെ എണ്ണമാണ് 11,103 സീറ്റുകൾ UDFന് നേടിയപ്പോൾ LDFന് 8,889 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഏതാണ്ട് 3000-ഓളം സീറ്റുകളുടെ ഒരു വർധനവ് UDFന് LDFുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ട്. NDAക്ക് 1920 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അത് ബഹുഭൂരിപക്ഷവും BJPക്ക് ലഭിച്ചതാണ്. 5 സീറ്റുകളാണ്
BDJS അവരുടെ സഖ്യകക്ഷിയായ BDJSനുള്ളത്. ബാക്കിയെല്ലാം തന്നെ BJPക്ക് ലഭിച്ച സീറ്റുകളാണ്. ഇനി വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ ജില്ല തിരിച്ച് കണക്കുകളിൽ കോൺഗ്രസ് വളരെ വലിയ ഒരു മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കോൺഗ്രസിന് വോട്ടിംഗ് ശതമാനം 30-ന് മുകളിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. 38%-ലധികം വോട്ടുകൾ ഇടുക്കി ജില്ലയിൽ നിന്നും കോൺഗ്രസിന് ലഭിച്ചു. രണ്ടാം സ്ഥാനത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു കുത്തക ജില്ലയായിട്ടുള്ള എറണാകുളം, പിന്നീട് ഉള്ളത് എന്ന് പറയുന്നത് പത്തനംതിട്ട, അങ്ങനെ 2 ജില്ലകളാണ്. അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായിട്ട് UDFന് അനുകൂലമായ ഒരു 2 ജില്ലകളൊക്കെ തന്നെയാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ജില്ല പത്തനംതിട്ട, അത് തിരിച്ചു പിടിക്കാൻ ഇത്തവണ സാധിച്ചു എന്നതാണ്. എന്നാൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം എന്നീ 2 ജില്ലകളിൽ, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ 2 ജില്ലകളിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റമാണ്. നമുക്കറിയാം, തിരുവനന്തപുരവും ആലപ്പുഴയും ഒക്കെ തന്നെ CPMന്റെ ജില്ലകളാണ്, അവരുടെ കോട്ടകുത്തളങ്ങളെന്ന് അവർ അവകാശപ്പെടുന്ന 2 ജില്ലകളാണ്. ആ 2 ജില്ലകളിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം വളരെ ഒരു വലിയ കാര്യമാണ്. 2 ജില്ലകളിലും ഏതാണ്ട് 34% വോട്ടുകൾ കോൺഗ്രസിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലം, ഒപ്പം തൃശ്ശൂര് പോലെയുള്ള ജില്ലകളിൽ ഏതാണ്ട് 32%-നടുത്ത് വോട്ടുകളും കോൺഗ്രസിന് നേടാൻ സാധിച്ചു. അങ്ങനെ 8 ജില്ലകളിൽ 30%-ന് മുകളിലാണ് കോൺഗ്രസിന്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത്. അതേസമയം CPMന് 2 ജില്ലകളിലാണ് 30%-ന് മുകളിൽ വോട്ട് നേടാൻ കഴിഞ്ഞത്. അത് ഒന്ന് പാലക്കാടും മറ്റൊന്ന് കണ്ണൂരുമാണ്. പാലക്കാട് അവർക്ക് 33%-ലധികം വോട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ണൂരിൽ അത് 38%. ഈ 2 ജില്ലകളിൽ മാത്രമാണ് 30%-ന് മുകളിൽ വോട്ട് ശതമാനം നേടാൻ CPMന് സാധിച്ചത്. ബാക്കി പറയുന്ന തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ CPM വളരെ പിന്നിലാണ്, ബഹുദൂരം പിന്നിലാണ് എന്നതാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യത തുറന്ന് ഇടുകയും ചെയ്യുന്നുണ്ട്.